ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ഡെയിലി വ്ളോഗ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം. ബിസ്മിയിലാണ് പോകുന്നത്. കാലിക്കറ്റ് നടക്കാവിലുള്ള ഷോറൂമിലാണ്. അവിടെ എപ്പോൾ പോയാലും ഏതെങ്കിലുമൊക്കെ പേരിൽ ഓഫറുകൾ ഉണ്ടാവും കേട്ടോ. ഈ പ്രാവശ്യം മഴക്കാലം ആയതുകൊണ്ടുള്ള ഓഫറാണ്. എന്തൊക്കെ തരം ഓഫറുകളാല്ലേ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല. അതുകൊണ്ട് ഇന്ന് സ്വസ്ഥമായിട്ട് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അച്ഛൻ ഇത്രയും ഹാപ്പി ആയിട്ട് പോകുന്നത്. അവിടെ മഴക്കാല ഓഫർ മാത്രമല്ല, മാംഗോ ഫെസ്റ്റും കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ മൊത്തം നോക്കിയപ്പം ആപ്പിളിന്റെ വെറൈറ്റീസ് ആട്ടോ കണ്ടത്. മാങ്ങ കാണാൻ തന്നെ ഇല്ല. കണ്ടു. പക്ഷെ ഇതൊരു മാംഗോ ഫെസ്റ്റ് നടത്താൻ മാത്രമുള്ള സ്റ്റോക്ക് ഒന്നും ഇല്ലല്ലോ. ഡയബറ്റിക് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാട്ടോ ഈ മാംഗോയിലേക്കുള്ള നോട്ടം. ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്തുള്ള മാങ്ങ പോലും കഴിക്കാത്ത ആളാണേ അത്. ആകെ കഴിക്കാൻ പറ്റുന്നത് പപ്പായയും ഗോവയാണ്. ഇവിടെ ചൊവ്വാഴ്ചകളിലാണ് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ നല്ല ഡിസ്കൗണ്ട് ഉള്ളത്. ഫ്രൂട്ട്സിന്റെ സെക്ഷൻ കഴിഞ്ഞ് നേരെ വെജിറ്റബിൾസിന്റെ അടുത്തേക്ക് പോയിട്ടോ. പുച്ഛിച്ച് നിൽക്കുന്ന വെജിറ്റബിൾസ് നല്ല ഭംഗിയുണ്ടല്ലേ. ഗ്രീൻ കളറിന്റെ ഒരുപാട് ഷെയ്ഡ്സ്. എനിക്കൊരു ഡൗട്ട്, നന്ദിനി ഗുഡ് ലൈഫ് എന്ന ബ്രാൻഡിന്റെ ടോണ്ട് മിൽക്ക് അവിടെ പുറത്താണ് വെച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന്റെ അകത്തല്ല, ഇങ്ങനെ ഓപ്പൺ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു. ആ ചേച്ചിക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആയതുകൊണ്ടായിരിക്കാം ആ ചേച്ചിക്ക് ഐഡിയ ഇല്ലായിരുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അധികം ഡൗട്ട് അടിച്ച് നിൽക്കാതെ നേരെ മിൽമയുടെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ ആകുമ്പോൾ നോ ടെൻഷൻ, നോ കൺഫ്യൂഷൻ, 100% ട്രസ്റ്റ് മാത്രം അല്ലേ. ഇവിടെയാണ് അച്ഛൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സെക്ഷൻ ഉള്ളത്. ഫുൾ ഡിസ്കൗണ്ടുകൾ മാത്രം. ചിലതിന് പകുതി വില മാത്രം കൊടുത്താൽ മതി. അതായത് 50% ഓഫ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വേഫർ എടുത്തോട്ടോ. 50% ഓഫ് അല്ലേ, കിടക്കട്ടെ എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ. വേഫർ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഡബിൾ ഹൗസിന്റെ ഈ ഒരു ജാഗ്രി പൗഡർ ഇല്ലേ, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണിത്. ഞങ്ങൾ ഒത്തിരി വട്ടം റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയായിട്ട് ഒത്തിരി പേര് ടീയും കോഫിയൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് കണ്ണദേവരൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ആർക്കും വേണ്ട. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കടയ്ക്കുള്ളിൽ ആകെ കുറച്ച് പേരുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഷോപ്പിങ്ങിന്റെ വൈബൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ മത്സരിച്ച് സാധനങ്ങൾ എടുക്കണം അല്ലേ. കഴിയാനായ സാധനത്തിന് ലാസ്റ്റ് പോയി ഇങ്ങനെ പിക്ക് ചെയ്യുന്ന ഒരു കിക്കൊക്കെ കിട്ടണമെങ്കിൽ അവിടെ കുറച്ചും കൂടി അധികം ആൾക്കാർ വേണം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെയോ എടുക്കാൻ പോയ പോലെ ഒരു ഫീല്. ഒരു കോക്ക് എടുക്കാൻ പോയതാണേ, കൺഫ്യൂഷൻ ആയിപ്പോയി. ഇഷ്ടം പോലെ വെറൈറ്റി സോഫ്റ്റ് ഡ്രിങ്ക്സ്. അതിനുശേഷം ഒരു അമ്മയും കുഞ്ഞിനും കണ്ടോ. കുഞ്ഞു മാത്രം ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുമ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ്. സഫോളോ ഓട്സിന്റെ 1 kg പാക്കറ്റിന്റെ കൂടെ കിട്ടുന്ന 300 ഗ്രാം കുട്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ടേസ്റ്റി നിബിൾസിന്റെ പ്രോഡക്റ്റിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇപ്പൊ ഭയങ്കര വൈറലാണല്ലേ. ഹീറ്റ് ചെയ്താൽ മാത്രം മതി, അപ്പൊ തന്നെ റെഡി ആവുന്ന റെഡി ടു കുക്ക് അല്ല, റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ്. എന്തായാലും കാര്യം മനസ്സിലായില്ലേ? അതൊരെണ്ണം എടുത്തോട്ടോ. സാർഡിൻ കറിയാണ് എടുത്തത്. പിന്നെ എന്റെ സ്വന്തം സെക്ഷനാണിത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നൂഡിൽസിന്റെ സെക്ഷൻ. ഞാൻ നിന്ന് തിരയുന്നത് ജാപ്പനീസ് സ്പെഷ്യൽ റാമൻ നൂഡിൽസ് ആട്ടോ. എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ദേ തട്ടിന് താഴെ ഒളിച്ചിരിപ്പുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള നൂഡിൽസ് എടുത്ത് തിരിഞ്ഞപ്പോ തന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ചമ്പാപ്പൂട്ടിന്റെ പാക്കറ്റ് എടുത്ത് എന്റെ കൈ തന്നു. ഇഷ്ടമുള്ളത് മാത്രമല്ലല്ലോ, ഇഷ്ടമില്ലാത്തതും കൂടെ വേണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കുറച്ചു കാലമായി പീച്ച ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഒറിഗാനോ വാങ്ങിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. ജസ്റ്റ് 99 റുപ്പീസ്. എങ്ങനെയാ, ലാഭമാണോ നഷ്ടമാണോ? സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇനിയാണ് അവന്റെ വരവ്. ആരുടെ വരവ്? ഈ സൂപ്പർ മാർക്കറ്റിലെ കിങ്ങിന്റെ വരവ്. സൂപ്പർ മാർക്കറ്റിലെ മാത്രല്ല, നമ്മുടെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ കിങ്. സാധാരണക്കാരനെ നെഞ്ചത്തടിച്ച് രാജാവായി എന്നൊക്കെ പറയില്ലേ, ദേ ഇയാളാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേരാണ് 916. കാരണം സ്വർണത്തിന് തന്നെ ലജ്ജിപ്പിച്ചുകൊണ്ടാണ് വെളിച്ചെണ്ണയുടെ വില കുതിക്കുന്നത്. അതുകൊണ്ട് MRP 530 ഉള്ള ഒരു വെളിച്ചെണ്ണ ഡിസ്കൗണ്ടിന് 479 കിട്ടും. ആ റേറ്റ് മാത്രമല്ല കേട്ടോ, 245, 395 അങ്ങനെ പല റേറ്റിനും ഉണ്ട്. വെളിച്ചെണ്ണയുടെ പ്രൈസ് കണ്ട് കണ്ണ് തള്ളി നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ അച്ഛൻ ഓയിലിന്റെ അവിടെ നിന്ന് എനിക്ക് സിഗ്നൽ കാണിക്കുന്നത്. വാ നമുക്ക് ഇത് എടുത്തിട്ട് പോകാന്നുള്ള രീതിയിൽ. ഇനി ഓയിലിന് എപ്പോഴാ വില കൂടാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നേരത്തെ ഒരു അമ്മയും കുട്ടിയും കണ്ടില്ലേ, അതേപോലെ 2 പേര്. അമ്മയും കുട്ടിയല്ലാന്നേ ഉള്ളൂ, ട്വിൻസ് ആണ്. ഇനി പൂജാമുറിയിലേക്കുള്ള സാധനങ്ങൾ. നമുക്ക് ദൈവം കഴിഞ്ഞേ വേറെന്തുള്ളൂ എന്ന് പറയെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എല്ലാം വാങ്ങിച്ചതിന് ശേഷം കേട്ടോ ഇതൊക്കെ വാങ്ങിക്കുന്നത്. ദൈവം അങ്ങ് ക്ഷമിച്ചേക്കും അല്ലേ. എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചെങ്ങിരിക്കും. അത് പറഞ്ഞപ്പോഴാ അത്യാവശ്യ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിലേ ഇതേപോലുള്ള കാര്യങ്ങളും കൂടെ വാങ്ങിക്കണ്ടേ. പരിപ്പ്, കടല, ഉഴുന്ന്, ഇഡ്ലി റൈസ്. റൈസ് എന്ന് കേട്ടപ്പോഴാ നമുക്ക് സാധാരണ റൈസും കൂടെ വാങ്ങിക്കാനുണ്ട്. അരികളിതാ ഇഷ്ടം പോലെ, പലവിധം, പല ബ്രാൻഡുകൾ. ചമ്പാ പുട്ടുപൊടി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഈ അരിപ്പുട്ടിന്റെ പാക്കറ്റും കൂടെ എടുത്തു. ഇനി കുറച്ച് ഡിറ്റർജൻസ്, ഫേസ് വാഷ്, സോപ്പ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗ് കൂടെ അവസാനിക്കും. ഇതൊരു യമണ്ടൻ ഷോപ്പിംഗ് വ്ലോഗൊന്നുമല്ല. കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പം കാഷ്വൽ ആയിട്ട് എടുത്തൊരു വീഡിയോ, അത്രേ ഉള്ളൂ. മന്തെന്റിൽ പോകുന്ന ഷോപ്പിങ്ങിന് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അന്നേരം ലിസ്റ്റിലുള്ള ഐറ്റംസ് മൊത്തം ഷോപ്പ് ചെയ്യാന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പൊ വ്ളോഗിംഗ് ഒക്കെ മറന്നു പോകും. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഇനി ഒരു എയർ ഫ്രഷ്നറും കൂടെ വാങ്ങിച്ചാൽ നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചു. ഈ ഫ്രാഗ്രൻസ് നല്ലതാട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ.
അങ്ങനെ ബിസ്മിയുടെ മഴക്കാലം ഓഫർ കാലത്തിൽ നമ്മളും വന്നു പങ്കുചേർന്നു. ഇനി അടുത്ത ഓഫറിന് വീണ്ടും കാണാം. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരെണ്ണം ഞാൻ വാങ്ങിക്കാൻ മറക്കാറുണ്ട്. ഈ പ്രാവശ്യം അത് ഐസ്ക്രീം ആയിരുന്നു. വിഷമൊന്നുമില്ലെങ്കിലും ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. ബൈ.